അങ്ങനെ അമേരിക്കയിലും ടിക്ടോക്ക് നിരോധിക്കപ്പെട്ടു. നിരോധിച്ചു എന്നതിനേക്കാളും ഞായറാഴ്ച ആപ്പിൻ്റെ നിരോധനം നിലവിൽ വരുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് കമ്പനി തന്നെ ആപ്പിൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ചു. പ്രമുഖ ഷോർട്ട് വീഡിയോ പ്ലാറ്റ്ഫോമാണ് ടിക്ടോക്ക്. വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിലും ടിക്ടോക്ക് തരംഗം സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നീട് ആപ്പ് ഇന്ത്യയിൽ നിരോധിക്കുകയായിരുന്നു. ഇപ്പോഴാ US-ലും അത്തരത്തിലൊരു നിരോധനം നിലവിൽ വന്നിരിക്കുകയാണ്. വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഗൂഗിൾ പ്ലേ സ്റ്റോർ, ആപ്പ് സ്റ്റോർ എന്നിവയിൽ നിന്ന് ടിക്ടോക്ക് നീക്കിയിട്ടുണ്ട്. ഇന്ത്യയിലെ പോലെ തന്നെ അമേരിക്കയിലെ ജനങ്ങൾക്കിടയിലും പ്രിയപ്പെട്ട എൻ്റർടൈൻമെൻറ്റ് പ്ലാറ്റ്ഫോമായിരുന്നു ടിക്ടോക്ക്. ഇപ്പോൾ ആപ്പ് തുറക്കുമ്പോൾ സ്ക്രീനിൽ തെളിയുന്നത് "ക്ഷമിക്കണം, ടിക്ടോക്ക് ഇപ്പോൾ ലഭ്യമല്ല" എന്ന സന്ദേശമാണ്. അതിൻ്റെ സ്ക്രീൻഷോട്ട് നിരവധി പേർ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടിക്ടോക്കിന് US-ൽ തിരിച്ചടിയായിരിക്കുന്നത് ബൈഡൻ സർക്കാരിൻ്റെ നിലപാടാണ്. ചൈനീസ് മാതൃകമ്പനിയായ ബൈറ്റ് ഡാൻസ് ആണ് ടിക്ടോക്കിൻ്റെ ഉടമസ്ഥർ. ഈ കമ്പനിക്ക് US-ലുള്ള ആസ്തി ജനുവരി 19-നകം വിട്ടൊഴിയണമെന്നതായിരുന്നു ബൈഡൻ സർക്കാരിൻ്റെ നിലപാട്. ദേശസുരക്ഷ മുൻനിർത്തി ടിക്ടോക്ക് നിരോധിക്കുകയാണെന്ന് US സുപ്രീം കോടതിയും വ്യക്തമാക്കിയിട്ടുണ്ട്. 2024-ലെ വിദേശ എതിരാളികളിൽ നിന്ന് അമേരിക്കയുടെ ഡേറ്റ പരിരക്ഷിക്കുന്ന നിയമം എന്ന ബില്ലിൽ ഒപ്പിട്ടുകൊണ്ടാണ് ബൈഡൻ അമേരിക്കയിൽ ടിക്ടോക്ക് നിരോധിച്ചത്. എതിരാളികൾ ഉപയോക്താക്കളുടെ വിവരങ്ങൾ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയെ സംബന്ധിക്കുന്ന സുരക്ഷാ ആശങ്കകൾ പരിഹരിക്കാനാണ് ടിക്ടോക്ക് നിരോധിക്കുന്നതെന്നാണ് സർക്കാർ വാദം. ബെയ്ജിങ്ങുമായുള്ള ബൈറ്റ് ഡാൻസ് ബന്ധം കണക്കിലെടുത്ത് ചൈനീസ് സർക്കാർ ആപ്പിനെ അമേരിക്കയ്ക്കെതിരെ ആയുധമാക്കുമെന്ന ആശങ്ക അമേരിക്കയ്ക്കുണ്ട്. ചൈനീസ് ഗവൺമെൻറ്റുമായി ഉപഭോക്തൃ ഡേറ്റ പങ്കിടുന്നില്ലെന്ന് പറഞ്ഞ് ബൈറ്റ് ഡാൻസ് ആരോപണങ്ങളെ നിഷേധിച്ചിട്ടുണ്ട്. ട്രംപ് അധികാരമേറ്റു കഴിഞ്ഞാൽ ഈ നിരോധനം പിൻവലിക്കാനിടയുണ്ടെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. നിരോധന നിയമം പ്രാബല്യത്തിലായതിനാൽ നിർഭാഗ്യവശാൽ US-ൽ ടിക്ടോക്ക് ഉപയോഗിക്കാനാകില്ലെന്നും പ്രസിഡന്റ് ട്രംപിൽ തങ്ങൾക്ക് പ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം സ്ഥാനമേറ്റാൽ പരിഹാരത്തിന് ശ്രമിക്കുമെന്നാണ് ടിക്ടോക്ക് പറയുന്നത്. ഷോർട്ട് വീഡിയോ സൃഷ്ടിക്കുന്നതിനും ഷെയർ ചെയ്യുന്നതിനുമായി ബൈറ്റ് ഡാൻസ് എന്ന ചൈനീസ് IT കമ്പനി നിർമ്മിച്ച ഒരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനാണ് ടിക്ടോക്ക്. 2016 സെപ്റ്റംബറിൽ ഡുവൈൻ എന്ന പേരിലാണ് ആപ്ലിക്കേഷൻ ആദ്യം വിപണിയിൽ ഇറങ്ങിയത്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ടിക്ടോക്ക് എന്ന പേരിൽ രംഗത്തെത്തി. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ജനപ്രീതി നേടിയെടുക്കാൻ ഈ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷന് സാധിച്ചിട്ടുണ്ട്. 2018-ലെ കണക്ക് പരിശോധിക്കുമ്പോൾ ആ വർഷം അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഡൗൺലോഡ് ചെയ്ത സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനാണ് ടിക്ടോക്ക്. 2020 ജൂലൈയിലാണ് ഇന്ത്യയിൽ ടിക്ടോക്ക് നിരോധിച്ചത്. ഇന്ത്യയിലും സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ടിക്ടോക്ക് നിരോധിച്ചത്.